ഹലോ ഫ്രണ്ട്സ്, ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി പുതിയൊരു വിജ്ഞാപനം റിലീസാക്കിയിരിക്കുകയാണ്. അപേക്ഷയും തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് മുതൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഡിസംബർ 20 മുതൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഡേറ്റ് ജനുവരി 9. അതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കണം. അപ്പോൾ +2 യോഗ്യതയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷ അയക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക. നല്ലൊരു അവസരം തന്നെയാണ്. യൂണിഫോം പോസ്റ്റാണ്, സ്ഥിര ജോലിയാണ്, അത്യാവശ്യം നല്ലൊരു സാലറിയോട് കൂടിയിട്ടുള്ള നിയമനമായിരിക്കും. അത്യാവശ്യം വാക്കൻസിയും വന്നിട്ടുണ്ട്. കേരളത്തിൽ എക്സാം സെൻറ്ററും കിട്ടും. അപ്പോൾ നല്ലൊരു അവസരം, ഒരു അടിപൊളി ചാൻസ് തന്നെയാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് നേവൽ അക്കാഡമി എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് upsconline.nic.in ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾ അപ്ലൈ ചെയ്യണം. ആപ്ലിക്കേഷൻ ലിങ്ക് ഈ ഒരു വീഡിയോൻ്റെ താഴെ ഞാൻ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അതിൽ കയറി നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ വീഡിയോ വേണമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ജനുവരി 9. അധികം സമയമില്ല. ജനുവരി 9 ഏകദേശം നമുക്ക് 20 ദിവസം മാത്രമേ സമയമുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് അപേക്ഷ അയക്കണം. അപ്പോൾ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ആർമി, നേവി, എയർഫോഴ്സ്. ആർമിയിൽ 208 വാക്കൻസിയാണ്, നേവിയിലേക്ക് 42ഉം എയർഫോഴ്സിലേക്ക് 92 ഫ്ലൈയിങ് ബ്രാഞ്ചും 18 ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലും 10 ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ. അങ്ങനെയാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ വന്ന ഒഴിവ്. പിന്നെ നേവൽ അക്കാഡമിയിലേക്ക് 30 ഒഴിവും വന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തം 400 വാക്കൻസിയിലേക്കാണ് നിയമനം നടത്താൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ എക്സാം സെൻറ്റർ ഇവിടെ കാണാം. കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം ഈ 3 ജില്ലയിൽ നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും. നിങ്ങൾ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പ്രായപരിധി നോക്കുകയാണെങ്കിൽ 2 ജൂലൈ 2005 1 ജൂലൈ 2008 ഈ പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഉള്ളിൽ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അൺമാരീഡ് ആവും വേണം, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ആർമി വിങ്, നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലെ ആർമി വിങ് അപ്ലൈ ചെയ്യുമ്പോൾ +2 ഏത് സ്ട്രീം പഠിച്ചാലും അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ +2 സയൻസ് പഠിച്ചവരാണെങ്കിൽ എയർഫോഴ്സ്, നേവൽ വിങ് ഓഫ് നാഷണൽ ഡിഫൻസ് അക്കാഡമി, അതുപോലെ തന്നെ ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്കും അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ +2 സയൻസ് പാസ്സാവണം. അപ്പോൾ +2 സയൻസ് ഇല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞു NDAയിലെ ആർമി വിങ് അപ്ലൈ ചെയ്യാം. ബാക്കി വരുന്ന തസ്തികയിലേക്കൊക്കെ +2 സയൻസ് പഠിച്ച് പാസ്സാവണമെന്ന് നിർബന്ധമാണ്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക തന്നെ വേണം. അപ്പോൾ അതാണ് ബേസിക് ക്വാളിഫിക്കേഷൻ. മറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നിങ്ങൾ +2 പാസ്സായാൽ മാത്രം മതി. അപ്പോൾ ഇതിലേക്ക് ഓൺലൈൻ അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. 100 രൂപയാണ് പേയ്മെൻ്റ് ആയിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടത്. SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിലും പിന്നെ പെൺകുട്ടികൾ ഏത് കാറ്റഗറി ആണെങ്കിലും നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട. ബാക്കി വരുന്ന ഉദ്യോഗാർത്ഥികളാണ് 100 രൂപ ഫീസ് പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കേണ്ടത്. അപ്പോൾ എക്സാമിൻ്റെ സിലബസും കാര്യങ്ങളും ചെക്ക് ചെയ്യാം. മാത്തമാറ്റിക്സ് 2.5 മണിക്കൂർ എക്സാം ഉണ്ടാവും. 300 മാർക്കിനാണ് എക്സാം. പിന്നെ ജനറൽ എബിലിറ്റി ടെസ്റ്റ് ഉണ്ടാവും. 2.5 മണിക്കൂർ തന്നെയാണ് എക്സാം വരുന്നത്. 600 മാർക്ക്. അങ്ങനെ മൊത്തം 900 മാർക്കിന് എക്സാം നടത്തും. പിന്നെ SSB ടെസ്റ്റ് ഓർ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സിലബസും കാര്യങ്ങളും. എക്സാം ഉണ്ടാവും, പിന്നെ SSB ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ആൺകുട്ടികൾക്ക് 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവണം. പെൺകുട്ടികൾ അപ്ലൈ ചെയ്യുമ്പോൾ 152 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവണമെന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഹൈറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർ ആയിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. SC ST കാരൊക്കെ ആണെങ്കിൽ ഇളവ് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ നോട്ടിഫിക്കേഷൻ റീഡ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ നന്നായി റീഡ് ചെയ്ത് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയാണ് അപേക്ഷ അയക്കേണ്ടത്. ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷൻ, മറ്റ് സെലക്ഷൻ, മറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്രയും പെട്ടെന്ന് വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.